റിപ്പോർട്ടർ ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് വാർത്ത വരികയാണ്. പുതിയ രാഷ്ട്രീയ നീക്കവുമായി PV അൻവർ. തൃണമൂൽ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചു, പുതിയ പാർട്ടി രൂപീകരിക്കും. അല്പസമയത്തിനകം കൊച്ചിയിൽ വാർത്താ സമ്മേളനം ഉണ്ടാകും. PR സുനിലും VS രഞ്ജിത്തും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം PR സുനിലേക്കാണ്. സുനിൽ, എന്താണ് ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട നീക്കം? സുനിൽ, ശ്രീജിത്ത്, ബേപ്പൂരിൽ സ്ഥാനാർത്ഥിയായ ശേഷം ഇതാ നിർണായകമായ തീരുമാനം PV അൻവർ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. PV അൻവർ തൃണമൂൽ കോൺഗ്രസുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നു. മാത്രമല്ല, സംസ്ഥാനത്ത് കേരളത്തിൽ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ PV അൻവർ നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കം കേരളത്തിൽ നടത്താൻ പോവുകയാണ്. UDFന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായി അല്പസമയത്തിനകം PV അൻവർ വാർത്താ സമ്മേളനം വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ നിലമ്പൂരിൽ അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുകയും സർക്കാരിനോട് കൊമ്പുകോർക്കുകയും ചെയ്ത് പിന്നീട് UDF പക്ഷത്തേക്ക് മാറുകയായിരുന്നു. ആദ്യം DMK-യിൽ ചേരാനുള്ള നീക്കമാണ് PV അൻവർ നടത്തിയത്. ഇതിന്റെ ഭാഗമായി ചർച്ചകൾ നടത്തിയെങ്കിലും അതിൽ പുരോഗതി ഉണ്ടായില്ല. പിന്നീടാണ് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നുകൊണ്ട് കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ നീക്കത്തിന് PV അൻവർ ശ്രമിച്ചത്. പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ഉമായി സംസാരിച്ച് ഒരു ധാരണയിലെത്തുകയും UDF സ്വതന്ത്രനായി ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെതിരെ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു. അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം, വോട്ടെടുപ്പിന് ശേഷം വളരെ നിർണായകമായ മറ്റൊരു നീക്കത്തിലേക്ക് PV അൻവർ പോവുകയാണ്. അതിന്റെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കുകയാണെന്ന് PV അൻവർ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. മാത്രമല്ല, കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പുതുതായി പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. അതായാലും അതിന്റെ ഭാഗമായുള്ള നിർണായക വാർത്താ സമ്മേളനം അല്പസമയത്തിനകം നടത്താൻ പോകുന്നു. ഏതായാലും പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നതിനും പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിനും UDFന്റെ അംഗീകാരം കൂടി ഉണ്ട് എന്നുകൂടി PV അൻവർ വ്യക്തമാക്കുകയാണ്. ശരി, PR സുനിലാണ് വിവരങ്ങൾ നൽകുന്ന. VS രഞ്ജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഇതാ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. അതിന് പിന്നാലെ തൃണമൂലുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് പുതിയ പാർട്ടി രൂപീകരിക്കുക എന്ന നിർണായകമായ തീരുമാനത്തിലേക്ക് PV അൻവർ പോവുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് PV അൻവർ എത്തുന്നു എന്നാണ് അൻവർ വിശദീകരിക്കാൻ പോകുന്നത്. നേരത്തെ DMK-യുമായി അടുക്കാനുള്ള ശ്രമം അത് പരാജയപ്പെട്ടു. പിന്നീട് UDFന്റെ ഭാഗമായി UDF-നോട് അടുത്തു നിന്ന് പ്രവർത്തിക്കുന്ന PV അൻവറിനെ നമ്മൾ കണ്ടു. സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തുന്ന, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെയും റിയാസിനെയും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കുന്ന അൻവറിനെ നമ്മൾ കണ്ടു. പുതിയ പാർട്ടി വരുമ്പോഴും അത് UDF-നോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടിയായിരിക്കും. VS രഞ്ജിത്ത്. റിജിത്ത്, തീർച്ചയായിട്ടും തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം PV അൻവറിന് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, PV അൻവർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സ്വന്തം രാഷ്ട്രീയമായ അഭിപ്രായം, അതായത് അദ്ദേഹം CPM വിട്ട് പുറത്തു വരുമ്പോൾ CPM-നെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന രീതിയിൽ മുഹമ്മദ് റിയാസിനെതിരെ, ഇടതു സർക്കാരിനെതിരെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട്. ആ ക്യാമ്പയിൻ തന്നെയാണ് PV അൻവർ ബേപ്പൂരിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. അത് തൃണമൂൽ കോൺഗ്രസ് ചേർന്നതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ അസ്തിത്വമോ രാഷ്ട്രീയ സ്വത്വമോ നിലനിൽപ്പോ ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അങ്ങനെ സ്വതന്ത്രമായ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് കൊണ്ടുവരിക എന്നുള്ളത് PV അൻവർ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡിനെ വളർത്തുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കണം എന്നുള്ളതാണ്. മുഹമ്മദ് റിയാസിനോട് അവിടെ പരാജയപ്പെടുകയോ ചിലപ്പോൾ ജയിച്ചു കയറുകയോ, വലിയ അട്ടിമറിയാണെങ്കിൽ ബേപ്പൂരിൽ ജയിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സാധാരണഗതിയിലാണെങ്കിൽ അവിടെ ജയിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ ജയിച്ചാലും പരാജയപ്പെട്ടാലും PV അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന ചില വിഷയങ്ങൾ അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ ചർച്ചയായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം മരുമോനിസം എന്ന രീതിയിൽ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ആ ഒരു പേര് അത് UDF-ന് സംസ്ഥാന വ്യാപകമായി ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. അതുകൊണ്ട് ആ ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡ് സ്വതന്ത്രമായി തന്നെ നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ പുതിയൊരു പൊളിറ്റിക്കൽ പാർട്ടിയുമായി രംഗത്ത് വരുന്നത്. രണ്ട്, അദ്ദേഹത്തിന് കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിന്റെ ഘടകവുമായിട്ട് വലിയ എതിർപ്പുണ്ടായിരുന്നു. PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസിനെ പ്രത്യേകമായി തന്നെ സംസ്ഥാനത്ത് പ്രവർത്തിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ പോലും ഇവിടെ നേരത്തെ തന്നെ മമതാ ബാനർജിയുമായി സഹകരിച്ചുകൊണ്ട് ഒരു തൃണമൂൽ കോൺഗ്രസിന്റെ ഘടകം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ ഘടകവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ PV അൻവറിന് സാധിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അതിൽ ചിലരൊക്കെ തന്നെ PV അൻവറിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മമതാ ബാനർജിയുടെ എന്തെങ്കിലും സഹായം ഇവിടെ PV അൻവറിന് കിട്ടിയിട്ടില്ല. ബേപ്പൂരിൽ മത്സരിക്കുമ്പോൾ മമതാ ബാനർജി ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ടോ പോലും PV അൻവറിന് എന്തെങ്കിലും തരത്തിൽ ഒരു സഹായമോ അല്ലെങ്കിൽ ഒരു പിന്തുണയോ അറിയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് PV അൻവർ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ബ്രാൻഡ് അത് ഒരു യഥാർത്ഥ ഇടത് എന്നൊക്കെയാണ് PV അൻവർ പങ്കുവെക്കുന്നത്. രഞ്ജിത്ത് തുടരുക. ഇപ്പോഴത്തെ PV അൻവറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി അല്പസമയം മുമ്പ് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഉരുത്തിരിയുന്ന സവിശേഷ സാഹചര്യം കണക്കിലെടുത്ത്
തൃണമൂൽ കോൺഗ്രസ് എന്ന നിലയിൽ മുന്നോട്ടു പോകേണ്ടതില്ല എന്ന പ്രമേയം യോഗം ഐക്യകണ്ഠേന അംഗീകരിച്ചിരിക്കുന്നു. ഇതോടുകൂടി ഓൾ ഇന്ത്യ കോൺഗ്രസിന്റെ സംസ്ഥാന കൺവീനർ എന്ന സ്ഥാനം താൻ രാജിവെക്കുന്നതായും തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്നു എന്നും PV അൻവർ വ്യക്തമാക്കുന്നുണ്ട്. PR സുനിൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. സുനിൽ, എന്താണ് ആ പോസ്റ്റിന്റെ ഉള്ളടക്കം? സുനിൽ, റീജിത്ത്, മെയ് 2-ാം വാരത്തോടുകൂടി പുതിയ പാർട്ടി പ്രഖ്യാപിക്കും എന്നുകൂടി ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ PV അൻവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. UDF-ഉമായി ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിരിക്കും രൂപീകരിക്കുക എന്ന സൂചന കൂടി PV അൻവർ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നൽകുകയാണ്. അതായാലും ഇങ്ങനെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകത്തിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് എറണാകുളം കളമശ്ശേരിയിൽ ചേർന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ ഉരുത്തിരിയുന്ന സവിശേഷ സാഹചര്യം കണക്കിലെടുത്ത് തൃണമൂൽ കോൺഗ്രസ് എന്ന നിലയിൽ മുന്നോട്ട് പോകാനാകില്ല എന്ന പ്രമേയം ഐക്യകണ്ഠേന അംഗീകരിച്ചു. ഇതോടുകൂടി ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കൺവീനർ എന്ന സ്ഥാനം രാജിവെക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്നതായും അറിയിക്കുന്നു. സംസ്ഥാനത്തിന് ഉപകാരപ്രദമായ രീതിയിൽ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാന പാർട്ടി രൂപീകരിക്കാനും ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തോട് സമരസപ്പെടുന്ന ആശയഘടനയുള്ള പുതിയ സംവിധാനം മെയ് 2-ാം വാരത്തോടുകൂടി പ്രഖ്യാപിച്ച് പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനും തീരുമാനിച്ചതായാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ PV അൻവർ അറിയിക്കുന്നത്. അങ്ങനെ തൃണമൂൽ കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ ഭാരവാഹിത്വം രാജിവെക്കുന്നു. മാത്രമല്ല UDF-ഉമായി കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു. അത് മെയ് 2-ാം വാരത്തിൽ പ്രഖ്യാപിക്കും എന്ന് PV അൻവർ ഇപ്പോൾ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിക്കുകയാണ്. PR സുനിൽ, ഒന്ന് ഈ ഇടത് ക്യാമ്പിനോട് അടുത്ത് നിൽക്കുന്ന കാലം, ആ ഘട്ടത്തിൽ സഭയിലടക്കം പ്രതിപക്ഷ നേതാവിനെതിരെ അടക്കം അതിഗുരുതര സ്വഭാവത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർത്തുന്നത് നമ്മൾ കണ്ടു. പിന്നീട് ഈ ഇടത് ക്യാമ്പിനോട് പിണങ്ങിയിറങ്ങുന്നു. അപ്പോഴും ഒരു രാഷ്ട്രീയ അഭയമില്ലാതെ അലയുന്ന PV അൻവറിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നീടൊരു UDF സഹകരണമൊക്കെ സാധ്യമാകുന്നത്. അവിടെയുള്ള നേതാക്കളുടെ വലിയ എതിർപ്പിനൊക്കെ ശേഷം PR സുനിൽ. ശ്രീജിത്ത്, PV അൻവറിന്റെ കടന്നുവരവ് എന്നത് നിലമ്പൂരിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ കോട്ട തകർത്തുകൊണ്ടായിരുന്നു. അവിടെ LDF-ന്റെ പിന്തുണയോടുകൂടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവർ വരികയും അവിടെ ഒരു രാഷ്ട്രീയ നീക്കം നടത്താൻ LDF-ന് ഇടതുപക്ഷത്തിന് ഒരു സഹായം നൽകിയ ഒരു നേതാവ് കൂടിയാണ് PV അൻവർ.